PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. ജൂൺ 21 ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷ എന്നറിയാലോ. 50 ഡേ മാരത്തോൺ ചലഞ്ച് നമ്മൾ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്കുകളെ സെലക്ട് ചെയ്ത് അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലാബ് അസിസ്റ്റൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. ആദ്യമായിട്ടാണ് PSC കാണുന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയപ്പോൾ ഒരാഴ്ച കൂടിയാണ് കൃത്യം ഇനി ലാബ് അസിസ്റ്റൻറ്റിന് ഉള്ളൂ. ശരിക്കും അടുത്ത ശനിയാഴ്ച ആണ് ലാബ് അസിസ്റ്റൻ്റ് എക്സാം വരുന്നത്. അപ്പോൾ ഈ ഒരു ശനിയാഴ്ച കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നതിന് മാക്സിമത്തിലേക്ക് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ലാബ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ വേഗത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയും കൊണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ എടുത്തേക്കുന്ന ടോപ്പിക്ക് സാങ്കേതിക മേഖലയാണ്. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് തേജസ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമാണ് തേജസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനത്തിൻ്റെ പേരെന്താണ്? തേജസ് എന്നതാണ്. തേജസ് യുദ്ധവിമാനം പങ്കെടുക്കുന്ന ആദ്യ വിദേശ വ്യോമ അഭ്യാസമാണ് ഡെസേർട്ട് ഫ്ലാഗ് എന്ന് പറയുന്നത്. UAE ഈ ഒരു വേദി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തേജസ് യുദ്ധവിമാനം പങ്കെടുക്കുന്ന ആദ്യ വിദേശ വ്യോമാഭ്യാസം ഏതാണ്? ഡെസേർട്ട് ഫ്ലാഗ് ആണ്. UAE ഇതിൻ്റെ വേദി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വ്യോമവാഹിനി കപ്പലായ INS വിക്രാന്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ യുദ്ധവിമാനങ്ങളാണ് തേജസ്, MiG-29K എന്ന് പറയുന്ന രണ്ടെണ്ണം. അപ്പോൾ ഇന്ത്യയുടെ വ്യോമവാഹിനി കപ്പലായ INS വിക്രാന്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തേജസ്സും മറ്റൊന്ന് MiG-29K എന്നിവയാണ്. ഇനി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി 83 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചു നൽകിയ പൊതുമേഖലാ സ്ഥാപനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി 83 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചു നൽകിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. ഓർത്തിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം തേജസ് യുദ്ധവിമാനം പങ്കെടുക്കുന്ന ആദ്യ വിദേശ വ്യോമാഭ്യാസം ഏതാണ്? ഡെസേർട്ട് ഫ്ലാഗ് ആണ്. എവിടെ വെച്ച് നടന്നിട്ടുള്ള? UAE വെച്ച് നടന്നിട്ടുള്ള. ഇന്ത്യയുടെ വ്യോമവാഹിനി കപ്പലായ INS വിക്രാന്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ യുദ്ധവിമാനങ്ങളാണ് തേജസ്സും MiG-29Kയും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി 83 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് നൽകിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ഇനി ഹെറോൺ മാർക്ക് 2 ഡ്രോണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന ഹെറോൺ മാർക്ക് 2 ഡ്രോണുകൾ സ്വന്തമാക്കി ഏത് രാജ്യത്തു നിന്നാണ്? ഇസ്രായേലിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ഇസ്രായേലിൽ നിന്നാണ്. ആളില്ലാതെ പറക്കുന്ന അത്യാധുനിക വിമാനങ്ങൾ ചൈനയുടെയും പാകിസ്ഥാൻ്റെ അതിർത്തികൾ നിരീക്ഷിക്കും. അപ്പോൾ ആളില്ലാതെ പറക്കുന്ന വിമാനം ചൈനയുടെ പാകിസ്ഥാൻ്റെ അതിർത്തികൾ നിരീക്ഷിക്കും. ഹെറോൺ മാർക്ക് 2 ഡ്രോണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, 36 മണിക്കൂർ തുടർച്ചയായിട്ട് പറക്കാൻ കഴിയും. എത്രയാണ്? 36 മണിക്കൂർ തുടർച്ചയായിട്ട് പറക്കാൻ കഴിയും. 35,000 അടി ഉയരത്തിൽ പറക്കും. ഉപഗ്രഹം വഴി ആശയവിനിമയം നടത്താൻ കഴിയും. ഒരു ടാർഗറ്റ് 24 മണിക്കൂറിനകം നിരീക്ഷിക്കാം. അതിർത്തി കടക്കാതെ തന്നെ ശത്രു രാജ്യത്തിന് നിരവധി കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് നിരീക്ഷിക്കാൻ ആധുനിക സെൻസറുകൾ ഉണ്ടാവും. -डिग्री തണുപ്പിലും പറക്കും. ഏത് ദുർഘട പ്രദേശത്തിൻ്റെയും വിവരങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെറോൺ മാർക്ക് 2 ഡ്രോൺ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ വാങ്ങിയിട്ടുള്ളത്? ഇസ്രായേലിൽ നിന്നാണ്. ആളില്ലാതെ പറക്കുന്ന അത്യാധുനിക ശേഷിയുള്ള ഒരു ചൈനയുടെ പാകിസ്ഥാൻ്റെ അതിർത്തികൾ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ഡ്രോൺ കൂടിയാണ് ഏത്? ഈ ഒരു ഹെറോൺ മാർക്ക് 2 ഡ്രോൺ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, MiG-21 കുറിച്ചിട്ടാണ്. 2025 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനമാണ് MiG-21 എന്ന് പറയുന്നത്. MiG-21 പ്രത്യേകം 25 ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ച യുദ്ധവിമാനമാണ്. ഇന്ത്യൻ എയർഫോഴ്സ് MiG-21 ഫൈറ്റർ സ്ക്വാഡുകൾ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കാൻ പദ്ധതിയിടുന്നു. അവയിലൊന്ന് 2022 സെപ്റ്റംബറിൽ സേവനത്തിൽ നിന്ന് വിരമിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യക്കായി MiG-21 നിർമ്മിച്ച് നൽകിയ രാജ്യം സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ഇന്ത്യക്കായിട്ട് MiG-21 നിർമ്മിച്ച് നൽകിയ രാജ്യം ഏതാണ്? ഈ ഒരു സോവിയറ്റ് യൂണിയനാണ്. അപകടങ്ങളുടെ ഉയർന്ന നിരക്ക് MiG-21 വിമാനത്തിന് പറക്കുന്ന ശവപ്പെട്ടി എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. അപ്പോൾ അപകടങ്ങളുടെ ഉയർന്ന നിരക്ക് MiG-21 വിമാനത്തിന് പറക്കുന്ന ശവപ്പെട്ടി എന്ന വിളിപ്പേര് കൂടി നേടിക്കൊടുത്തിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ശതാബ്ദി
മേഘപ്പോർ വിമാനമാണ് MiG-21. ഇതിപ്പോൾ എവിടെ നിന്നാണ് ഇന്ത്യ സ്വന്തമാക്കിയത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. അപ്പോൾ 2025 കൂടി ഇന്ത്യൻ വ്യോമസേന ഇന്നും പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ള യുദ്ധവിമാനമാണ് MiG-21. ഇത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ MiG-21 വാങ്ങുന്നത് 1963 കാലഘട്ടങ്ങളിലൂടെയാണ്. അതുപോലെ 1999 കാർഗിൽ യുദ്ധത്തിന് ഓപ്പറേഷൻ സഫേദ് സാഗറിൽ MiG ഈ ഒരു യുദ്ധവിമാനം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഓർത്തിരിക്കേണ്ടത് മിസൈലുകളെ കുറിച്ചിട്ടാണ്. 2023 ഭൗമോപരിതലത്തിൽ നിന്നും 1000 കിലോമീറ്റർ അകലെ വരെ ചെന്ന് മിസൈലുകൾ ചെറുക്കാൻ ശേഷിയുള്ള പ്രഥമ ഇൻ്റർസെപ്റ്റർ മിസൈലിൻ്റെ പരീക്ഷണം പറക്കം വിജയകരമായി പൂർത്തീകരിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് കേട്ടോ. എന്താണ്? 2023 ഭൗമോപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ വരെ ചെന്ന് മിസൈലുകളെ ചെറുക്കാൻ ശേഷിയുള്ള പ്രഥമ ഇൻ്റർസെപ്റ്റർ മിസൈലിൻ്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തീകരിച്ച രാജ്യം ഇന്ത്യയാണ്. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് സമീപം പുറം കടലിൽ വെച്ച് കപ്പലിൽ നിന്നും വിക്ഷേപിച്ച മിസൈലാണിത്. ഈ ഒരു മിസൈലുകളെന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മിസൈലാണ് പ്രളയ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരെന്താണ്? പ്രളയ് എന്നതാണ്. എന്താണ്? പ്രളയ് എന്നത്. അപ്പോൾ എന്താണ് മിസൈലിൻ്റെ പേര്? പ്രളയ് എന്താണ് പ്രളയിൻ്റെ പ്രത്യേകത? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ് എന്ന് പറയുന്നത്. പ്രതിരോധ ഗവേഷണ വികസന ഘടന നിർമ്മിച്ച ഹ്രസ്വദൂര ഉപരിതല മിസൈൽ കൂടിയാണ്. അതുപോലെ വിക്ഷേപിച്ച് കഴിഞ്ഞ് നിശ്ചിത ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ ഗതി മാറാൻ കഴിയും. വിക്ഷേപിച്ച് കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ ഗതി മാറാനായിട്ട് കഴിയുന്ന മിസൈലാണ്. 150 മുതൽ 500 വരെ കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യത്തെ തകർക്കാൻ കഴിയും. 150 മുതൽ 500 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യത്തെ തകർക്കാനായിട്ട് മിസൈലിന് സാധിക്കുന്നതാണ്. പ്രളയ് മിസൈൽ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? APJ അബ്ദുൽ കലാം ദ്വീപ്, ഒഡീഷയിലുള്ള APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് ഈ പ്രളയ് മിസൈൽ വിക്ഷേപിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുദ്ധക്കപ്പലിൽ നിന്ന് കടലിലേക്ക് തൊടുത്തുവിടാവുന്ന ബ്രഹ്മോസ് നാവിക പതിപ്പ് എവിടെ നിന്നാണ് പരീക്ഷിച്ചത്? INS വിശാഖപട്ടണത്തിൽ നിന്നാണ് കേട്ടോ. യുദ്ധക്കപ്പലിൽ നിന്ന് കടലിലേക്ക് തൊടുക്കാവുന്ന ബ്രഹ്മോസ് നാവിക പതിപ്പ് എവിടെ നിന്നാണ് പരീക്ഷിച്ചത്? INS വിശാഖപട്ടണത്തിൽ നിന്നാണ് പരീക്ഷിച്ചത്. ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ രാജ്യം. ബ്രഹ്മോസ് മിസൈൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. അതുകൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ മേഖല ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇന്ത്യൻ നാവികസേനയെക്കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത് നമുക്ക് നോക്കാം. നാവികസേനയുടെ പുതിയ പതാക അനുച്ഛാദനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നാവികസേനയുടെ പുതിയ പതാക അനുച്ഛാദനം ചെയ്ത ആരാണ്? നരേന്ദ്രമോദിയാണ്. 2022 സെപ്റ്റംബർ എന്നാണ് ഇത് ഉദ്ഘാടനം ഈ പുതിയ പതാക അനുച്ഛാദനം ചെയ്ത് 2022 സെപ്റ്റംബർ 2 ഈ ഒരു പുതിയ പതാക അനുച്ഛാദനം ചെയ്തത്. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. വെളുത്ത പശ്ചാത്തലത്തിലുള്ളതാണ് പുതിയ പതാക. വെളുത്ത പശ്ചാത്തലത്തിലുള്ളതാണ് പുതിയ പതാക. പുതിയ പതാകയുടെ ഇടതുവശത്ത് മുകളിലായി ഇന്ത്യൻ ദേശീയ പതാകയും ഇടതുവശത്ത് നീല അഷ്ടഭുജ ആകൃതിയിലുള്ള ചിഹ്നത്തിലുള്ള നങ്കൂര ചിഹ്നവും അതിന് മുകളിലെ ദേശീയ ചിഹ്നവും ഇരിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയും പ്രവർത്തന മികവും വിളിച്ചു പറയുന്ന കവചം 8 ദിക്കുകളെ സൂചിപ്പിക്കുന്നു. നങ്കൂര ചിഹ്നം ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. സ്വതന്ത്ര ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ഇത് 4ാം തവണയാണ് പതാക മാറുന്നത്. അപ്പോൾ ഇതൊരു എത്ര തവണ നാവികസേനയുടെ പതാക മാറിയിട്ടുണ്ട്? 4ാം തവണ മാറിയിട്ടുണ്ട്. ഏറ്റവും അവസാനം മാറിയത് 2022 സെപ്റ്റംബർ 2 അത് അനുച്ഛാദനം ചെയ്ത് നരേന്ദ്ര മോദി കൂടിയാണെന്ന് ഓർക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് INS വിക്രാന്തിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ നാവികസേനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് INS വിക്രാന്ത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്താണ്. INS വിക്രാന്ത് രാജ്യത്തിനായി സമർപ്പിച്ചത് 2022 സെപ്റ്റംബർ 2 എന്നാണ്? 2022 സെപ്റ്റംബർ 1 അന്ന് തന്നെയാണ് നാവികസേനയുടെ പുതിയ പതാക അനുച്ഛാദനം ചെയ്യപ്പെട്ടതും. കൊച്ചി കപ്പൽശാലയിൽ ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നത്. INS വിക്രാന്ത് നാവികസേനയ്ക്ക് കൈമാറിയത് 2022 ജൂലൈ 22 INS വിക്രാന്ത് നാവികസേനയ്ക്ക് കൈമാറിയത് എന്നാണ്? 2022 ജൂലൈ 28 INS വിക്രാന്ത് നാവികസേനയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്.
2009 ഫെബ്രുവരി 28-നാണ് INS വിക്രാന്തിൻ്റെ നിർമ്മാണ ജോലികൾ കൊച്ചിൻ കപ്പൽശാലയിൽ ആരംഭിക്കുന്നത്. 2013 ഓഗസ്റ്റ് 12-നാണ് INS വിക്രാന്ത് ഔദ്യോഗികമായി ലോഞ്ചിങ് നടത്തിയത്. 2021 ഓഗസ്റ്റിലാണ് വിക്രാന്ത് ആദ്യ സമുദ്ര പരീക്ഷണ യാത്ര നടത്തിയതും കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അടുത്തത് 2023 കമ്മീഷൻ ചെയ്ത ആൻറ്റി സബ് മറൈൻ വാർഫെയർ ഷോലോ വാട്ടർ ക്രാഫ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ കപ്പൽ ഏതാണ്? INS ആന്ത്രോത്താണ് കേട്ടോ. INS ആന്ത്രോത്താണ് 2023 കമ്മീഷൻ ചെയ്ത ആൻറ്റി സബ് മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെ കപ്പലെന്ന് പറയുന്നത്. ഇനി INS വിന്ധ്യഗിരിയാണ്. അടുത്തത് INS വിന്ധ്യഗിരിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്റ്റ് 17A പദ്ധതി നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഡോക്ട് വിഭാഗത്തിൽപ്പെടുന്ന 6ാം യുദ്ധക്കപ്പലാണ് INS വിന്ധ്യഗിരി. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നാവിക അഭ്യാസങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. 2023 നടന്ന ഇന്ത്യ UK നാവിക അഭ്യാസത്തിൽ കൊങ്കൺ 2023 വേദിയായത് അറബിക്കടലാണ് കേട്ടോ. 2023 നടന്ന ഇന്ത്യൻ UK നാവിക അഭ്യാസത്തിൽ കൊങ്കണിൽ 2023 വേദിയായത് അറബിക്കടലാണ്. അതുപോലെ തന്നെ 2023 മെയ്യിൽ നടന്ന ഇന്ത്യൻ ഇന്തോനേഷ്യ നാവിക അഭ്യാസം സമുദ്രശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ 2023 നടന്ന ഇന്ത്യ ഇന്തോനേഷ്യ നാവിക അഭ്യാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? സമുദ്രശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര യുദ്ധക്കപ്പൽ അഭ്യാസമായ കക്രു 2022 വേദി ഓസ്ട്രേലിയയാണ്. അന്താരാഷ്ട്ര യുദ്ധക്കപ്പൽ അഭ്യാസമായ കക്രുവിൻ്റെ 2022 വേദി ഓസ്ട്രേലിയയാണ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത അഭ്യാസമാണ് വരുണ എന്ന് പറയുന്നത്? ഇന്ത്യയും ഫ്രാൻസുമാണ്. ഏതൊക്കെയാണ്? ഇന്ത്യയും ഫ്രാൻസുമാണ്. ഇനി 2022 20ാമത് ഇന്ത്യൻ ഫ്രാൻസ് നാവിക അഭ്യാസം വരുണ നടന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അറബിക്കടലിൽ വെച്ചിട്ടാണ് കേട്ടോ. എവിടെ വെച്ചിട്ടാണ്? അറബിക്കടലിൽ വെച്ചിട്ടാണ്. 2022 ജൂലൈ നടന്ന ഇന്ത്യ സുഡാൻ രാജ്യങ്ങളിലെ നാവിക സേനകൾ നടത്തിയ സംയുക്ത നാവിക അഭ്യാസത്തിൻ്റെ വേദി ചെങ്കടലാണ്. എവിടെയാണ്? ചെങ്കടലാണ്. അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 2023 നടന്ന ആദ്യ UK നാവിക അഭ്യാസത്തിൽ വേദിയായത് അറബിക്കടലിലാണ്. അതുപോലെ തന്നെ 2023 മെയ് നടന്ന ഇന്തോനേഷ്യ നാവിക അഭ്യാസം സമുദ്രശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര യുദ്ധക്കപ്പൽ അഭ്യാസമായി കക്കുട് നടന്നത് 2022 ഓസ്ട്രേലിയയിലാണ്. ഏതൊക്കെ രാജ്യങ്ങൾ സംയുക്ത അഭ്യാസമാണ് വരുണ എന്ന് പറയുന്നത്? ഇന്ത്യയും ഫ്രാൻസുമാണ്. നടന്നത് അറബിക്കടലിലാണ് കേട്ടോ. അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയത്. മിസൈലുകളെക്കുറിച്ച് നോക്കി, അതുപോലെ തന്നെ ഇന്ത്യൻ നാവികസേനയെക്കുറിച്ച് നോക്കി, ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് നമ്മൾ നോക്കി. അപ്പോൾ ബാക്കി